റിജിലിന്റെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഈ നാറിയവനെ പേറേണ്ടി വരികയും ആ നാറിയവനെ ന്യായീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന ധർമ്മസങ്കടത്തിൽ ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാരുടെ റിജിൽ കൂടെ പറയരുത്. റിജിൽ ഇങ്ങനെയല്ല വേണ്ടത്. അവസാനം ശ്രീ സാരിൻ അല്ലല്ല റിജിൽ ഇങ്ങനെ പ്രതികരിക്കണം. റിജിൽ ഇങ്ങനെ പ്രതികരിക്കണം. അവസാനമായി സാരിൻ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ പറയുന്നു, ആശാ വേണുഗോപാൽ പറയുന്നു, ഭയമാകുന്നു സ്ത്രീകൾക്ക്, അവർ ഭയപ്പാടോടുകൂടി ചർച്ച ചെയ്യുന്നു എന്ന്. ആകെ 2 MLA-മാരാണ് UDF എന്ന് പറഞ്ഞ് വിളിക്കാനുള്ളത് സ്ത്രീകളായിട്ട്. ഒന്ന് കോൺഗ്രസിന്റെയും ഒന്ന് KK രമ എന്ന് പറയുന്ന RMPയുടെയും. അവർ രണ്ടുപേരും 48 മണിക്കൂറായി പറയുന്നു, മാന്യതയുണ്ടെങ്കിൽ രാജി വെപ്പിക്കണം, ഇല്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങണം, ഇല്ലെങ്കിൽ രാജിവെച്ച് ഒഴിയണം. അവർക്കെതിരെ സൈബർ മഹിളാ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പറയുന്നു രാജിവെക്കണം. എന്നിട്ട് ഇവരെയൊക്കെ കേൾക്കാതെ നിങ്ങളുടെ പാർട്ടിയിൽ സ്ത്രീകൾ ഇനി പ്രവർത്തിക്കാൻ കിട്ടുമോ? നിങ്ങളുടെ പാർട്ടിയിൽ സ്ത്രീകൾ ഇനി ഉണ്ടാവോ? KSU പ്രവർത്തകര്, വനിതാ പ്രവർത്തകര് അവരുടെ മെമ്പർഷിപ്പ് ഉപേക്ഷിച്ചു പോയി എന്നുള്ള വോയിസ് ക്ലിപ്പ് കേട്ടില്ലേ? യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകര് ഇനി സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞത്, ഈ പറയുന്ന വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ശരി, വളരെയധികം നന്ദി ചർച്ച പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷനിൽ ഒരിടവേള കൂടി.